15 into 6 90 ആണ്. 15 into 7 എന്ന് പറയുമ്പോൾ ഒരു 15 കൂടെ ആഡ് ചെയ്യുമ്പം 105 കിട്ടും. സോ അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇവിടെ 4 into 35 ആണ് അല്ലേ. നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 1/4 എന്ന് കിട്ടും. സോ 4 into 35 ആണ്. 4 into 35 into 1 divided by 4 ആണ്. സോ നമുക്കിവിടെ എന്ത് കിട്ടി? 35 എന്ന് കിട്ടി. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മുടെ ആരാണ്? 5 into 35 ആണ്. നോക്കിക്കോൾ, 5 into 35 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. 5 into 35 into 5/7 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5 കിട്ടും. 5 5s are 25ൻ്റെ കൂടെ 5 ചെയ്യുമ്പോൾ നമുക്ക് 125 കിട്ടും. അതേപോലെ ഇവിടെ നമുക്ക് 2 വരും അല്ലേ. ഇവിടെ 5 into 5 into 2 വരും. സോ നമുക്കിവിടെ എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. നമുക്കിവിടെ എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. ക്ലിയർ ആയോ? യെസ്. ഇനി സിമ്പിളാണ്. ഇവരെ 3 പേരെയും നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും. 84 + 105 + 125. അതേപോലെ താഴത്ത് നമ്മൾ ആഡ് ചെയ്യും 21 + 35 + 50. ഓക്കെ, നോക്കിക്കോളൂ. 100 ഉണ്ടല്ലേ മുകളിൽ. നമുക്ക് 2 100 ഉണ്ട്. 100 + 100 എന്താണ്? 200 ആണ്. അതേപോലെ ഇവിടെ ഒരു 80 ഉണ്ട്. 80 ഇവിടെ എന്തുണ്ട്? ഇവിടെ 5 + 25 ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടും. നോക്കിക്കോളൂ, 80 + 30 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 110 കിട്ടും. കൂടാതെ ഒരു 4 ഉണ്ട്. 4 1 3 നമുക്ക് എന്ത് കിട്ടി? 314 ഡിവൈഡഡ് ബൈ. ഇവിടെ നോക്കിക്കോളൂ, 20 + 30 50 ആണ്. 50 + 50 100 ആണ്. 100ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പം 105 + 1 106. രണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 157 ഡിവൈഡഡ് ബൈ 53. സോ നിങ്ങൾ ഏത് രീതിയിൽ, അതായത് നിങ്ങളിപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 35 എന്നുള്ളൊരു വാല്യൂ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് 10 കൊണ്ടോ 20 കൊണ്ടോ 30 കൊണ്ടോ 70 കൊണ്ടോ ഏത് വാല്യൂ കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താലും ഫൈനൽ ആൻസർ കിട്ടുന്നത് 157/53 എന്നായിരിക്കും. നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻ പ്രോസസ്സ് ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയി പോകും, ചിലത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്നേ ഉള്ളൂ. ഫൈനൽ ആൻസർ കിട്ടുന്ന ആൻസർ നിങ്ങൾക്ക് 1 and the same ആയിരിക്കും. സോ അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു കോമൺ വാല്യൂ കൊണ്ട് 3 പേരെയും മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഐദർ യു ക്യാൻ ഫോളോ ദാറ്റ് മെത്തേഡ്. ഓക്കെ, ഇനി ഇല്ല എനിക്ക് അങ്ങനെ ഒരു കോമൺ വാല്യൂ കണ്ടുപിടിക്കാൻ കുറച്ച് പണിയാണെങ്കിൽ ഈ റേഷ്യോ നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിക്കോളൂ, 3 into 4/5.